ഹലോ എവ്രി വൺ Q3 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 3-4 പേർക്ക് മാത്രം കഴിക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് കുറഞ്ഞ അളവിലൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയൊരു സവാള, 2 ടേബിൾ സ്പൂൺ ഡാൽഡ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3 ഗ്രാമ്പു, ഒരു 3 ഏലക്കായ, ഒരു 2 ചെറിയ കഷ്ണം പട്ട. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ് ബ്രാൻഡിൻ്റെ നല്ലൊരു കൈമ റൈസ് ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് പ്രഷർ കുക്കറിൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒന്ന് കുക്കർ അടുപ്പത്ത് വെച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഡാൽഡയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ നെയ്യാണുള്ളെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല ഫ്ലേവറും മണവും ഉണ്ടാവും. അപ്പോൾ ഈ നെയ്യൊന്ന് മെൽറ്റായതിനു ശേഷം നമുക്ക് ഒരു ചെറിയ സൈസിലുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ ഹാഫ് മാത്രം മതിയാകും. ഉള്ളി പൊരിച്ച് വെക്കുന്ന സ്റ്റൈലിലല്ല നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ മലബാർ ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഒരു നെയ്ച്ചോർ റെസിപ്പിയാണിത്. അപ്പോൾ ഈ നെയ്യിലേക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. പൊരിച്ച് കോരി എടുക്കുന്ന ആ ഒരു മെത്തേഡിലല്ല ഈ ഒരു നെയ്ച്ചോറ് വെക്കുന്നത്. അപ്പോൾ ഉള്ളിയുടെ കളറ് ഈ ഒരു വൈറ്റ് കളറ് തന്നെയാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് വേഗം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിനി ഇതൊരു ഗ്ലാസ് അളവാണെങ്കിലും ഈ ഒരു അളവ് തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ 2 കപ്പ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന ഒരു മെഷർമെൻറ്റിലാണ് നമ്മളെപ്പോഴും എടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിയുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മറ്റേ കല്ലുപ്പൊക്കെ ഇട്ടുന്നെങ്കിൽ നമ്മളതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആദ്യം ഒന്ന് കുറച്ചിട്ട് നോക്കി പിന്നീട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് 3 ഗ്രാമ്പു, ഒരു 3 ഏലക്കായ, ഒരു 2 കഷ്ണം പട്ട കൂടി ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കപ്പ് ആണ് അരി എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 200 ഗ്രാമിൻ്റെ കപ്പാണ്. അപ്പോൾ നമുക്ക് 400 ഗ്രാം അരിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 1/2 കിലോ പോലും ഇല്ല. അപ്പോൾ 1/2 കിലോയിൽ നിന്ന് 100 ഗ്രാം കുറവാണുള്ളത്. 1 കിലോ നെയ്ച്ചോറിൻ്റെ അരി നമുക്ക് 6-7 പേർക്ക് കഴിക്കാം. അപ്പോൾ നമ്മളതിൻ്റെ ഓൾമോസ്റ്റ് പകുതിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു 3-4 പേർക്ക് കഴിക്കാനാണ് ഇതുണ്ടാവുക. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാനും അപ്രതീക്ഷിതമായി വരുന്ന വിരുന്നുകാർക്കും നമുക്കിത് വേഗം ഉണ്ടാക്കി കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച അരി നന്നായി കഴുകിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് വെള്ളവും നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലെയുള്ള ഒരു അപ്പക്കുരിയിലൊക്കെ അരി എടുക്കുകയാണെങ്കിൽ നമുക്കൊട്ടും വെള്ളം അധികം ഇല്ലാതെ തന്നെ അരി മാത്രം നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ അരി ഇടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഏത് ചോറ് വെക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു ടിപ്സ് എപ്പോഴും ഓർത്ത് വെക്കണം. അരി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പാത്രം അടച്ച് വെക്കരുത്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ പാത്രത്തിൻ്റെ അടപ്പ് വെക്കാൻ. അരി നന്നായി വെട്ടിത്തിളച്ചാൽ നമുക്ക് കുക്കറിൻ്റെ മൂടി വെക്കാം. ജസ്റ്റ് ഒന്ന് കുക്കറിൻ്റെ വിസിലൊന്ന് പൊക്കി വെച്ച് മൂടി അടച്ച് വെക്കാം. ഈ ഒരു മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടും പോകരുത്. ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. കുക്കർ വിസിലടിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. ഇപ്പോൾ വിസിൽ ഇതേപോലെ വരാൻ ഒരുങ്ങുന്ന ആ സമയം നോക്കി നമ്മൾ ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് പ്രഷർ പോയി കഴിഞ്ഞിട്ട് വേണം മൂടി തുറക്കാൻ. അപ്പോൾ ഇപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് വിസിൽ വരാനായിട്ട് കാത്തിരിക്കരുത്. വിസിൽ വന്നു പോയാൽ നമ്മൾ ഈ ചോറൊക്കെ വെന്തിട്ട് അലിഞ്ഞു പോകും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വിസിൽ വരുന്ന മുന്നേ ഓഫാക്കി പ്രഷർ പോയി വേഗം മൂടി തുറക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ വെന്ത് പോയാൽ ഇതേപോലെ നമുക്ക് വിട്ട് കിട്ടില്ല. അടുത്തൊരു ടിപ്പായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മൂടി തുറന്ന ഉടനെ ഒന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ എത്ര ചോറുണ്ടോ അത്രയും ഭാഗം തട്ടുന്ന രീതിയിൽ ചോറ് മൊത്തത്തിലൊന്ന് ഇളക്കി എടുത്തിട്ട് വേണം നമ്മൾ അടുത്തൊരു പണിയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ അരി ചൂട് തണയും തോറും അരിയൊക്കെ ഒന്നൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ ചോറൊരു കട്ട പിടിച്ച പോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വേഗം ശ്രദ്ധിക്കുക. നമ്മൾ മൂടി തുറന്ന ഉടനെ തന്നെ ചോറ് മൊത്തമായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചൂടൊന്ന് കുറച്ച് തണയുമ്പോഴേക്കും നമ്മുടെ അരിമണിയെല്ലാം വേറിട്ട് നല്ല മണിമണിയായിട്ടുള്ള തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത നല്ല നെയ്ച്ചോറായിട്ട് നമുക്കിത് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ഇത് നമുക്ക് ഇസ്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ സാധാരണ മലബാർ ഏരിയയിൽ ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ നെയ്ച്ചോറും സ്റ്റൂ ആണ്. കല്യാണ വീട്ടുകളിലൊക്കെ പോയാൽ നമുക്ക് നെയ്ച്ചോറും സ്റ്റൂ ആയിരിക്കും നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത്. ഏതെങ്കിലും നോൺ വെജ് കറിയുടെ കൂടെ ബീഫിൻ്റെയും ചിക്കൻ്റെ ഒക്കെ കൂടെ നമുക്കിത് കഴിക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയത് മട്ടൻ കറിയാണ്. അപ്പോൾ നമുക്ക് മട്ടൻ കറിയും നെയ്ച്ചോറും നല്ലൊരു കോമ്പിനേഷനാണ്. കുരുമുളകിട്ട് വരട്ടിയ ഈ ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ചിക്കൻ സ്റ്റൂവും ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. Q3 വേൾഡ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.